من سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വ്യത്യസ്ത രൂപത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഴക്കാല കെടുതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ ബാധിക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ. എന്നാൽ ഈ ഭൗതികമായ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ, ഏറ്റവും നല്ല മെഡിസിൻസ് മനുഷ്യൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ആ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ അപകടകരമാണ് എന്ന് മാത്രമല്ല, പാരത്രികമായ നമ്മുടെ ജീവിതം, വരാനിരിക്കുന്ന മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് അത്തരം രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായി നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത് ഹൃദയത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ഈ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടേണ്ടതുണ്ട്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള, സൂറത്തുൽ ബഖറയിലുള്ള ഒരു പരാമർശമാണ്. അതായത് അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്, തന്മൂലം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഹൃദയത്തിൽ രോഗം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇവിടെ പരാമർശിച്ച കാര്യം നിഫാഖാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു മാനസിക അവസ്ഥയാണത്. അപ്പൊ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ
തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ട് വേണ്ടതുണ്ട്. എന്നാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി മനസ്സിൽ അവിശ്വാസം പേറുകയും എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ നിർവഹിക്കുക, ഇതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ നിഫാഖ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത്തരത്തിലുള്ള ഒരു രോഗങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സൂറത്ത് ഹശ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരായത്താണിത്. സ്വത്തോ മക്കളോ യാതൊരു ഉപകാരവും ചെയ്യാത്ത ഒരു ദിവസമാണത്. മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു ദിവസം. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സമ്പത്തുണ്ട്, നമ്മുടെ അധികാരമുണ്ട്, എല്ലാം നമ്മുടെ കൂടെ സഹായത്തിനായിട്ടുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന ഒരു ലോകം ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അവന്റെ സമ്പത്തോ സന്താനങ്ങളോ അവന് ഉപകരിക്കുന്നതല്ല. എന്നാൽ ഉപകരിക്കുന്ന കാര്യം എന്താണ്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയവുമായിട്ട് അള്ളാഹുവിങ്കൽ ആരാണ് ചെന്നെത്തുന്നത് അവര് രക്ഷപ്പെടും. അപ്പൊ അള്ളാഹു മാർക്കിടാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി അള്ളാഹിന്റെ റിള മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാവുക എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അലാ അറിയണം, വ ഇന്ന ഫിൽ ജസദി മുദ്അത്തുൻ, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസ കഷ്ണം നന്നായിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുക്ക നന്നായി. വ ഇദാ ഫസദത്, ആ മാംസകഷ്ണം എങ്ങാനും ചീത്തയായാൽ ഫസദൽ ജസദു കുല്ലു, ആ ശരീരം മുഴുക്ക കേടുവന്നു. ഏതാണ് ആ ശരീരത്തിലുള്ള അവയവം എന്ന് റസൂല് പഠിപ്പിക്കുകയാണ്. അലാ അറിയണം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ ഒരു മനുഷ്യൻ നന്നാക്കേണ്ടത് ഹൃദയമാണ്. ആ നിഫാഖ് എന്നുള്ള രോഗം ബാധിക്കുന്നതും ഹൃദയത്തെയാണ്. അപ്പൊ മനസ്സിനെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗം നിഫാഖാണ് നമ്മൾ മനസ്സിലാക്കുക. ആ നിഫാഖ് കാപട്യം, മറ്റുള്ളവർക്ക് മുമ്പിൽ കർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ തൃപ്തി, അവരുടെ കയ്യടി, അവരുടെ നല്ല അഭിപ്രായം, അവരുടെ കമന്റ്, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിഫാഖിന്റെ ആ ലിസ്റ്റിലേക്ക് അത് പെടും. രണ്ടാമത്തെ രോഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് ഹസദാണ്. ഇയ്യാക്കും വൽ ഹസദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസദാത് ഹസനാത് കമാ തഅകുലു അന്നാറു അൽ ഖതബ്. ഈ വിറക്, തീ വിറകിനെ എപ്രകാരമാണോ തിന്നുകളയുന്നത്, അപ്രകാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ തിന്നുകളയുന്നതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അസൂയ ഉണ്ടാവുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഹസദ് എന്ന് പറയുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ അസ്വസ്ഥത പുകയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് അസൂയ. ഈ അസൂയ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ബാധിച്ച രോഗമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ രോഗം അസൂയയാണ്, ഒന്നാമത്തെ രോഗം നിഫാഖാണ് അല്ലെങ്കിൽ കാപട്യമാണ്. മൂന്നാമത്തെ സഹോദരങ്ങളെ കിബിർ, അഹങ്കാരം എന്നുള്ളതാണ്. അതായത് ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള ഒരു ചിന്ത, സത്യത്തെ നിഷേധിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകും. സത്യത്തെ നിഷേധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ കിബിർ എന്നുള്ളത്, അഹങ്കാരം എന്നുള്ളത് അത്രത്തോളം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം, ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അണുമണി തൂക്കം കിബിറുണ്ടെങ്കിൽ
അതായത് അഹങ്കാരം ഉണ്ടെങ്കിൽ ആ അഹങ്കാരമുള്ള മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്. കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ അനാനിയത്ത്, ഞാൻ എന്നുള്ള ഭാവം, എനിക്കെല്ലാം അറിയാം, ഞാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, വീട്ടിലത്തെ ചെലവ് ഞാനാ നടത്തുന്നത്, എല്ലാ കാര്യവും എന്റെ കയ്യിലാണ്, ഈ ഒരു അനാനിയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം റിയാ ആണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. ആരാണ് നിസ്കാരക്കാര്? അവര് നിസ്കരിക്കുന്നത് അല്ലദീനഹും യുറാഊൻ, അല്ലെ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഓ വലിയ നിസ്കാരക്കാരനാണ് എന്ന് മറ്റുള്ളവര് അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് റിയാ ആണ്. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അശ്ശിർക്കുൽ അസ്ഗർ. 2 തരം ഷിർക്കുകളുണ്ട്. അള്ളാഹുവിന് പങ്കു ചേർക്കുന്നത് ഒന്ന് വലിയ ഷിർക്കാണ് ആണെങ്കിൽ, രണ്ടാമത്തത് ചെറിയ ഷിർക്കാണ്. അതായത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥന, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധന, ഇത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി, അവരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അവിടെ റിയാ, മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുന്ന ഘട്ടത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രീതിക്കും പ്രശംസക്കും വേണ്ടി ആവുക എന്നുള്ളത് ചെറിയ ഷിർക്കാണ്. ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന 4ാമത്തെ രോഗമാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ചു, ഒന്ന് നിഫാഖാണ്, 2ാമത്തെ സംഗതി ഹസദാണ്, 3 കിബിറാണ്, 4ാമത്തെ സംഗതി റിയാ ആണ്. 5ാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ദുർമോഹങ്ങൾ ഉണ്ടാവുക. ഭൗതിക ലോകത്ത് എന്നും ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ചിന്ത. നമ്മളൊരിക്കലും ഈ ഭൗതിക ലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ പോകുന്നവരെയല്ല. എന്നാൽ മനുഷ്യന് മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ചിന്ത പിശാച് ഉണ്ടാക്കി കൊടുക്കുന്നു. ദർഹും യഅകുലു വയതമത്തഉ വയൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. സൂറത്ത് ഹിജ്റിലുള്ള 3ാമത്തെ ആയത്താണ്. അവർ തിന്നുകയും സുഖിക്കുകയും ചെയ്യട്ടെ. മനുഷ്യന്മാരോട് പറയാണ്, ഒരു തിന്നട്ടെ, ഒരു സുഖിക്കട്ടെ, വ്യാമോഹം അവരെ ശ്രദ്ധ കെടുത്തട്ടെ, പിന്നീട് അവർ കാര്യം അറിഞ്ഞുകൊള്ളും. ഒരശ്രദ്ധയിൽ ജീവിക്കുകയാണ്. വലിയ വ്യാമോഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കുറെ ആളുകൾ ജീവിക്കുന്നത്. അവർ വിചാരിക്കുന്നത് ഈ ദുനിയാവിലുള്ള ജീവിതം അവനെ ശാശ്വതമാക്കും, അല്ലെങ്കിൽ കാലാകാലം ഈ ദുനിയാവിൽ അങ്ങ് ജീവിച്ച് കളയാം, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, രമിക്കുക എന്നുള്ള മാനസികാവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറെ ആളുകൾ ജീവിക്കുന്ന എന്താണ്? സുഖിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവർ മറക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. സ്വന്തത്തോട് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് കുടുംബത്തോടുണ്ട്, സമൂഹത്തോടുണ്ട്, രാജ്യത്തോടുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരോടും ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നിട്ട് താന്തോന്നിയായിട്ട് രമിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ, അതും രോഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രണയം, തഇസ അബ്ദു ദീനാർ വ അബ്ദു ദിർഹം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമയായവൻ നശിച്ചിരിക്കുന്നു. ചില ആളുകൾ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ഏക ഏർപ്പാട്. ഇബാദത്തിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിനോ കേൾക്കില്ല, ആ ബാങ്കിനോ അവന് ഉത്തരം കൊടുക്കുന്നില്ല. നിസ്കാരം എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ വരുന്നേയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കച്ചവടം നമുക്ക് ചെയ്യാം. ഇപ്പോ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരിക, ഈ നിസ്കാരത്തിൽ പങ്കെടുക്കുക, ഖുതുബ കേൾക്കുക, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട എന്താണ്? പള്ളിയിൽ കുത്തിരിക്കരുത് എന്ന് പറഞ്ഞത്. പള്ളിയിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോകണം. നിങ്ങൾ നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങൾ തേടി യാത്ര ചെയ്യണം എന്നുള്ള കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് നടത്തുന്നത്. അതുകൊണ്ട് ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമയായവൻ നശിച്ചിരിക്കുന്നു. ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ദുനിയാവിനോടുള്ള അമിതമായ പ്രണയം, ഭ്രമം, ഇത് പരലോകത്ത് വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാക്കുക. മറ്റൊന്ന്, 7ാമത്തെ കാര്യം മനസ്സിനെ ബാധിക്കുന്നത് പിശുക്കാണ്. പിശുക്ക് എന്നുള്ളത് ഒരു രോഗമാണ്. വമൻ യൂഖ ശുഹ നഫ്സിഹി
ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഏതൊരാള് തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തു സൂക്ഷിക്കപ്പെടുന്നുവോ, രക്ഷിക്കപ്പെടുന്നുവോ, അങ്ങനെയുള്ളവൻ തന്നെയാണ് വിജയം പ്രാപിച്ചവൻ. മനസ്സിനെ പിശുക്കിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട സമ്പത്ത് അല്ലാഹ് തന്നതാണ്. താൽക്കാലികമായി നമ്മളെ ഏൽപ്പിച്ച ഒരു വിഭവം മാത്രമാണ് സമ്പത്ത്. അത് ശാശ്വതമേ അല്ല. എത്ര വലിയ ധനാഢ്യനാണെങ്കിലും ആ പണങ്ങൾ നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതി. അതുകൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുന്ന, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് പിശുക്ക് എന്ന് പറയുന്നത്. അതൊരു രോഗമാണ്. ആ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ രോഗം എനിക്കുണ്ടോ? സമ്പത്ത് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ ധാരാളമായിട്ട് നമുക്ക് തിരിച്ചു നൽകപ്പെടും. നമുക്ക് വേണ്ടി ഒരു മലക്കിനെ അള്ളാഹ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്ക് എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുമ്പോൾ ആ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾക്ക് കൂടുതൽ നൽകണമേ. എന്നാൽ സമ്പത്ത് ചിലവഴിക്കാതെ പിശുക്ക് വെക്കുന്ന ആളുടെ സമ്പത്ത് നശിച്ചു പോവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇത്തരം അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്, മനസ്സിനെ മാലിന്യങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പള്ളിയിൽ നമ്മൾ വന്ന് കയറിയിരിക്കുമ്പോൾ ചില മര്യാദകൾ പള്ളിയോട് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ്. പള്ളിയിൽ നമ്മൾ എത്തുമ്പോൾ ആദ്യം പള്ളിയോട് നമ്മൾ കാണിക്കുന്ന മര്യാദയാണ്, ഒരദബാണ് ആ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, പള്ളിയിൽ സഫായിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. പലപ്പോഴും നമ്മളെ പള്ളിയിൽ കാണുന്ന എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ മൂലയിലും ഓരോ തൂണുമലും ചാരിയിട്ട് ഇങ്ങനെ ഒരദബിൽ പള്ളിയിൽ ആ ഒന്നാമത്തെ സഫ് പൂർത്തീകരിക്കുക, പിന്നെ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്. ഇത് ഏതായാലും ഇതിനൊക്കെ പ്രതിഫലം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിഫലം തരുന്നത് അള്ളാഹാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ത്? സഫുകൾ പൂർത്തീകരിക്കുക. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സഫ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ സഫിന്റെ പൂർത്തീകരണത്തെ പോലെ തന്നെയാണ് മിമ്പറിൽ ഖതീബ് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി കയറുമ്പോൾ നമ്മൾ ആ സഫായിട്ട് ഒന്നിരിക്കുക എന്നുള്ളത് അതിന്റെ മാന്യതയിൽ പെട്ടതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നിർവഹിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥന എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും അള്ളാഹിനോട് ചോദിക്കാനുണ്ട്. അപ്പൊ ആ ചോദിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അറബിയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അറബി മൂലം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. മലയാളത്തിൽ നമുക്ക് ദുആ ചെയ്യുന്നതിൽ കുഴപ്പങ്ങളോ തെറ്റുകളോ ഒന്നുമില്ല. എന്നാൽ അറബി മൂലത്തോടുകൂടി, അറബി പദങ്ങളോടുകൂടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ ഇത്തിബാ ചെയ്യലാണ്. ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിലാണ് ദുആ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൂടിയാണ് അറബിയിലുള്ള ആ പദങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളത്. ഇനി കാണാതെ അറിയില്ലെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് നോക്കി ചൊല്ലാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകരിക്കാത്ത അറിവുകൾ, ഒരുപാട് അറിവ് ആളുകൾ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ, അവരുടെ വ്യക്തി ജീവിതത്തിൽ അതിനൊരു ഉപകാരമില്ല. അങ്ങനെയുള്ള അറിവ് പടച്ചോനെ നീ എനിക്ക് നൽകരുത് എന്നാണ് ഒന്നാമത് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്, മിൻ ഇൽമിൻ,
അറിവിൽ നിന്ന് ലാ യൻഫഉ ഒരു ഉപകാരവും ചെയ്യാത്ത. രണ്ടാമത്തെ കാര്യം വമിൻ ഖൽബിൻ ലാ യഖ്ശ ഹൃദയമുണ്ട് എനിക്ക്, ആ ഹൃദയത്തിൽ ഖുശൂ ഇല്ല, അല്ലെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള പേടി. ഇപ്പോ ഈ മിമ്പറിൽ വെച്ച് അള്ളാഹ് നമ്മോട് കൽപ്പിച്ച കുറെ കാര്യങ്ങൾ, റസൂല് നമ്മെ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ പറയുമ്പോൾ പടച്ചോനെ എനിക്ക് ഇങ്ങനെ ആയാൽ പോരെ, ഞാൻ മാറേണ്ടതുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വരണം, ആ മാറ്റം വരണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമാണ്. എന്നാൽ എന്തങ്ങ് കേട്ടാലും ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അഷദ്ദു ഖസ്വ എന്ന് പറഞ്ഞല്ലോ, ഹൃദയം അങ്ങോട്ട് കട്ടിപിടിച്ചുക, ഒന്നിനും ഒരു തഅ്സീർ ഉണ്ടാവാത്ത മാനസികാവസ്ഥ, അത് നമ്മൾ പേടിക്കണം. അതാണ് വമിൻ ഖൽബിൻ ലാ യഖ്ശ ഒരു ഖുശൂമില്ലാത്ത, ഒരു പേടിയും ഉണ്ടാവാത്ത ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മൂന്നാമത്തെ കാര്യം വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ നഫ്സ് ചില ആളുകൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും മതി വരൂല, ഉണ്ടേന്ന് പോലും പറയില്ല, പരാതികളേ പറയുള്ളൂ. അപ്പോ മതി വരാത്ത മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതാണ് വമിൻ നഫ്സിൻ ലാ തശ്ബ എന്ന് പറഞ്ഞത്. പിന്നെ നാലാമതായിട്ട് പറയുന്നു വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ ദുആ ചെയ്യുന്നുണ്ട്, ആ ദുആക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, അങ്ങനെയുള്ള അവസ്ഥയും അല്ലാഹുവേ നീ എനിക്കൊരിക്കലും ഉണ്ടാക്കരുത്. അല്ലാഹുവേ ഞാൻ നിന്നോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ നീ സ്വീകരിക്കുകയും അതിന് ഇജാബത്ത് നൽകുകയും ചെയ്യണമേ. ഈ 4 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصلى الله على محمد وعلى آله وأصحابه أجمعين.